ഇപ്പോൾ സംസ്ഥാനത്ത് ഭരണം തുടരുന്ന പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാരിനെതിരെയുള്ള ജനരോഷം വലിയ തോതിൽ തന്നെ പ്രകടമാണ്. ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം വട്ടം LDFന് ഊഴം നൽകുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ച നിലയിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന് ഉയരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പല വകുപ്പുകളുടെയും ഭരണപരാജയം ജനങ്ങളുടെ അവസ്ഥ കഷ്ടത്തിലാക്കുന്നുമുണ്ട്. സർക്കാർ സേവനങ്ങൾക്കുള്ള നികുതി വർധന, നിത്യോപയോഗ സാധനങ്ങൾക്കും പെട്രോളും ഡീസലിന്റെയും വില വർധന, സർക്കാരിന്റെ ധൂർത്ത്, സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരോടുള്ള നിസ്സംഗ മനോഭാവം, വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം, NH-66 നിർമ്മാണത്തിലുള്ള അപാകത, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ റോഡിന്റെ ശോചനീയ അവസ്ഥ, ഉയർന്നുവരുന്ന വാഹന അപകടങ്ങൾ എന്നിവ സർക്കാരിനെതിരെയുള്ള വിരലിലെണ്ണാവുന്ന ഘടകങ്ങൾ മാത്രമാണ്. ഗ്രൗണ്ട് സീറോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലെ രാഷ്ട്രീയ സ്ഥിതി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത കൊല്ലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയാണ് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിച്ചത്. ഇതനുസരിച്ച് ഇന്നത്തെ സ്ഥിതിക്ക് UDF LDFൽ നിന്നും 43 അസംബ്ലി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനാണ് സാധ്യത. തിരഞ്ഞെടുപ്പിന് ഇനി 7 മാസം ബാക്കി നിൽക്കുമ്പോഴുള്ള സ്ഥിതിയാണിത്. ഈ കണക്കുകൾ തന്നെ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങ് വടക്കേ അറ്റമായ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിലവിൽ LDFന് 3 സിറ്റിംഗ് സീറ്റുകളുണ്ട് ജില്ലയിൽ. അതിൽ തന്നെ CH കുഞ്ഞാമ്പു MLA ആയ ഉദുമയും M രാജഗോപാലൻ MLA ആയ തൃക്കരിപ്പൂറും UDF പിടിച്ചെടുക്കും. കാസർഗോഡും മഞ്ചേശ്വരവും അടുത്ത തവണയും വലതുപക്ഷത്തിന് ഒപ്പം നിൽക്കും. കണ്ണൂർ ജില്ലയുടെ കാര്യമെടുത്താൽ നിലവിൽ ഇടതിനൊപ്പം നിൽക്കുന്ന 3 മണ്ഡലങ്ങൾ UDF കൈപ്പിടിയിലൊതുക്കാൻ സാധ്യത കാണുന്നുണ്ട്. അഴീക്കോട്, കണ്ണൂർ, കൂത്തുപറമ്പ് എന്നീ മണ്ഡലങ്ങളാണവ. വയനാട്ടിലേക്ക് വന്നാൽ UDF 2ഉം LDF 1ഉം എന്ന നിലയിൽ നിന്ന് അടുത്ത കൊല്ലം UDF 3 സീറ്റുകളും പിടിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ CPMന്റെ OR കേളു പിടിച്ചെടുത്ത മാനന്തവാടി ഇക്കുറി UDFനൊപ്പം നിൽക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആകെ 13 സീറ്റിൽ 11ഉം LDFനൊപ്പം നിന്ന ജില്ലയാണ് കോഴിക്കോട്. എന്നാൽ ഇത്തവണ സ്ഥിതികൾ മാറും. തിരുവമ്പാടി, കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, കുറ്റിയാടി എന്നീ മണ്ഡലങ്ങൾ UDFലേക്ക് ചായും. UDFന് മേൽക്കൈയുള്ള ജില്ലയാണ് മലപ്പുറം. ഇവിടെ നിലവിൽ 12 മണ്ഡലങ്ങൾ എന്നുള്ള നില തീർച്ചയായും UDF മെച്ചപ്പെടുത്തും. താനൂറും തവനൂറും UDFന് അനുകൂലമായി വിധി എഴുതുമെന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ തവണ LDF വിജയിച്ച നിലമ്പൂർ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് UDF പിടിച്ചെടുത്തത്. പാലക്കാട് LDFന് മേൽക്കൈയുള്ള ജില്ലയായിരുന്നെങ്കിലും ഇത്തവണ ഭരണവിരുദ്ധ വികാരം അവിടെയും ചലനങ്ങൾ സൃഷ്ടിക്കും. പട്ടാമ്പി, ഷൊർണൂർ, ചിറ്റൂർ എന്നീ മണ്ഡലങ്ങൾ ഇത്തവണ LDFൽ നിന്നും UDF പിടിച്ചെടുക്കും. ആകെ ഒരേ ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ തൃശൂർ ജില്ലയിൽ വലതുപക്ഷത്തിന് ഒപ്പം നിന്നത്. ഇത്തവണ ചാലക്കുടി നിലനിർത്തുന്നതിനൊപ്പം ഇരിങ്ങാലക്കുട, മണലൂർ, നാട്ടിക എന്നീ നിയമസഭാ മണ്ഡലങ്ങളും UDF പിടിച്ചെടുക്കും. UDFന് മേൽക്കൈയുള്ള ജില്ലയാണ് എറണാകുളം. കഴിഞ്ഞ തവണത്തെ 9 സീറ്റുകൾ എന്ന കണക്ക് അടുത്ത തവണത്തെ തരംഗത്തിൽ UDF തീർച്ചയായും മെച്ചപ്പെടുത്തും. കൈവിട്ടുപോയ കളമശ്ശേരി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ മണ്ഡലങ്ങൾ UDF തിരിച്ചുപിടിക്കും. ഇടുക്കിയിലേക്ക് വന്നാൽ ഇപ്പോൾ ഇടതിനൊപ്പം ചാഞ്ഞിരിക്കുന്ന പീരുമേട്, ദേവികുളം, ഇടുക്കി നിയോജക മണ്ഡലങ്ങൾ 2026 വലതിനെ അനുകൂലിക്കും. UDF 4ഉം LDF 5ഉം സീറ്റുകൾ നിലനിർത്തുന്ന കോട്ടയത്ത് ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങൾ UDFലേക്ക് ചായും. നിലവിൽ LDFന് മേൽക്കോയ്മയുള്ള ആലപ്പുഴയിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് UDFന്റെ നിലവിലെ MLA. ജില്ലയിൽ അരൂർ, കായംകുളം, കുട്ടനാട്, ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങൾ ഇടതിനെ കൈവിട്ട് അടുത്ത കൊല്ലം UDFലേക്ക് തിരിയും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുള്ള 5 സീറ്റുകളും LDF തൂത്തുവാരിയ ജില്ലയാണ് പത്തനംതിട്ട. അതിൽ നിന്നും തിരുവല്ല, ആറന്മുള, കോന്നി, അടൂർ എന്നീ സീറ്റുകൾ UDF തിരിച്ചുപിടിക്കും. കൊല്ലത്തേക്ക് വന്നാൽ ഇപ്പോഴുള്ള 2 എന്ന സീറ്റ് നിലയിൽ നിന്നും UDF തങ്ങളുടെ നില ഉറപ്പായി മെച്ചപ്പെടുത്തും. ചവറ, കുന്നത്തൂർ, കൊല്ലം എന്നീ മണ്ഡലങ്ങൾ വലതിനൊപ്പം ചേക്കേറും എന്നുറപ്പാണ്. തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് വന്നാൽ കോവളം നിലനിർത്തുന്നതിനൊപ്പം നെടുമങ്ങാട്, ആറ്റിങ്ങൽ, വട്ടിയൂർക്കാവ്, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങൾ LDFൽ നിന്നും UDFലേക്ക് മറിയും. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വെച്ച് LDFൽ നിന്നും ആകെ 43 സീറ്റുകൾ UDF തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭരണ തുടർച്ച എന്ന സ്വപ്നം പൊലിഞ്ഞ് UDF തരംഗത്തിൽ ആകെ ശോഷിക്കുന്ന അവസ്ഥയാകും LDF അടുത്ത കൊല്ലം നേരിടേണ്ടി വരിക.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.